ഹായ് നമസ്കാരം. അപ്പോൾ സെയിൽസ് ക്ലോസിംഗ് ടെക്നിക്കിന്റെ 9ാമത്തെ മെത്തേഡിലേക്ക് എല്ലാവർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്ന ഒരു കാര്യം ഒബ്ജക്ഷൻ ക്ലോസിംഗ് ടെക്നിക്ക് എന്നാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. നല്ല രീതിയിൽ നമുക്കിത് പ്രയോഗിക്കാനായിട്ട് പറ്റും. നമുക്ക് അതിനുള്ള അവസരങ്ങൾ എല്ലാ ദിവസവും ഉണ്ടാവുകയും ചെയ്യും. കാരണം ഒരു നല്ല പ്രോസ്പെക്ട് എപ്പോഴും നമ്മുടെ മുന്നിൽ ഒബ്ജക്ഷൻ റൈസ് ചെയ്യുന്ന ഒരാളാണ്. നിങ്ങൾ എന്ത് പ്രൊഡക്റ്റ് വിൽക്കുകയാണെങ്കിലും ആ കസ്റ്റമർ നമ്മുടെ മുന്നിൽ പല തരത്തിലുള്ള ഒബ്ജക്ഷൻ നമ്മുടെ മുന്നിലേക്ക് വെക്കുകയോ പറ്റുവാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒബ്ജക്ഷൻ വെക്കുമ്പോൾ അതിന്റെ ആൻസർ നമ്മൾ കൊടുക്കണം, അതിനൊരു സൊല്യൂഷൻ നമ്മൾ പറയണം. ഉദാഹരണം പറഞ്ഞാൽ വില കൂടുതലാണ്, അപ്പൊ അതിന്റെ കാരണങ്ങൾ നമ്മൾ തെളിയിക്കണം. ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഈ പ്രൊഡക്റ്റ് വില കൂടുതൽ. അല്ലെങ്കിൽ കമ്പയർ ചെയ്ത് സാറേ ഏത് പ്രൊഡക്റ്റുമായിട്ട് ഏത് സംഭവമായിട്ട് കമ്പയർ ചെയ്താണ് ഇതിന്റെ വില കൂടുതൽ എന്ന് പറയുന്നത്, അപ്പൊ അത് തെറ്റിദ്ധാരണയാണെന്നുള്ളത് നമുക്ക് തെളിയിക്കാൻ പറ്റണം. അങ്ങനെ എന്ത് പ്രശ്നങ്ങളും ആയിക്കോട്ടെ, അദ്ദേഹം ഒബ്ജക്ഷനായിട്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ ആ ഒബ്ജക്ഷന് നമ്മൾ കൃത്യമായ മറുപടി കൊടുത്തതിന് ശേഷം അതൊരു അവസരമായി ഉപയോഗിക്കലാണ് ഒബ്ജക്ഷൻ ക്ലോസിംഗ് ടെക്നിക്. അപ്പോൾ ഒബ്ജക്ഷന്റെ സൊല്യൂഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റമറോട് ചോദിക്കുന്ന അടുത്ത ചോദ്യം ഇപ്രകാരമാണ്: സാറിന് വേറെ എന്തെങ്കിലും ഒബ്ജക്ഷൻസ് ഉണ്ടോ? സ്വാഭാവികമായിട്ടും അത്തരത്തിൽ ഒരു കസ്റ്റമർ ഒരു ചോദ്യം പ്രതീക്ഷിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അയാളുടെ മനസ്സിൽ വേറെ ഒബ്ജക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ അയാൾ ഇല്ല എന്ന് പറയുന്നു. ഇല്ല എന്ന് പറയുന്ന തക്കം മുതലെടുത്തുകൊണ്ട് ഓൺ ദി സ്പോട്ടിൽ തന്നെ നമ്മൾ കസ്റ്റമറോട് ചോദിക്കുകയാണ്, എങ്കിൽ പിന്നെ ഓർഡർ ഫോം സൈൻ ചെയ്യല്ലേ? എപ്പോഴാണ് നമുക്ക് പ്രോഡക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്? എപ്പോഴാണ് ഞാൻ മെറ്റീരിയൽ ഡെലിവറി ചെയ്യേണ്ടത്? എപ്പോഴാണ് നമുക്ക് വർക്ക് തുടങ്ങേണ്ടത്? ഓൺ ദ സ്പോട്ടിൽ നമ്മൾ സെയിൽസ് ക്ലോസിംഗ് സംബന്ധമായിട്ടുള്ള ചോദ്യങ്ങൾ, അതായത് കോൾ ടു ആക്ഷനിലേക്ക് വേണ്ട നമ്മൾ ചോദ്യങ്ങൾ കസ്റ്റമറുടെ അടുത്ത് ചോദിക്കുകയും ആ സെയിലോടെ ക്ലോസ് ചെയ്യുകയും ചെയ്യും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒബ്ജക്ഷൻ കസ്റ്റമർ റേസ് ചെയ്യുമ്പോൾ അതൊരു ഓപ്പർച്യൂണിറ്റിയായി കണ്ടുകൊണ്ട് ആ ഓപ്പർച്യൂണിറ്റിക്ക് കൃത്യമായി നമ്മൾ അവസരം ഉപയോഗിച്ച് ആ ഓപ്പർച്യൂണിറ്റിയെ നമ്മൾ കൃത്യമായി ഉപയോഗിച്ച് കസ്റ്റമറെ സെയിൽസ് ക്ലോസ് ചെയ്യുന്ന മെത്തേഡിനെയാണ് ഒബ്ജക്ഷൻ ക്ലോസിംഗ് ടെക്നിക് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ഒരു സെയിൽസ് ക്ലോസിംഗ് ടെക്നിക്കുമായി വരുന്നവരേക്കും ഒരു ചെറിയ ഇടവേള. വെറുതെ ഇരിക്കാൻ വേണ്ടില്ല, വീണ്ടും നന്മ ചെയ്യുവാൻ. താങ്ക് യു. സീ യു അഗൈൻ.